സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരളത്തിൽ കത്തിനിന്നത് ഹിജാബ് വിഷയമാണല്ലോ. ഇതുവരെയും ഇല്ലാത്ത തരത്തിൽ പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലെ ഒരു കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരികയും യൂണിഫോമിൻ്റെ ഭാഗമല്ലാത്തത് കണ്ട് പാടില്ല എന്ന് പറഞ്ഞ സ്കൂൾ അധികാരികളെ ഭീഷണിപ്പെടുത്തുന്നതിന് SDPIയിലെ ഭാരവാഹികൾ പാഞ്ഞെത്തുകയും അവരുടെ തീവ്ര നിലപാടുകൾക്ക് മുൻപിൽ ഈ സ്കൂൾ നടത്തുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് തലകുനിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പോലും അവർക്കെതിരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ പടച്ചുവിട്ടത് നമ്മൾ കണ്ടതാണ്. സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിൽ മിതവാദത്തിലേക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും മാനസികാവസ്ഥ മുസ്ലിം സമുദായാംഗങ്ങളുടെ ഇടയിലെങ്കിലും ഉണ്ടാകുന്നതിനും വേണ്ടി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മുസ്ലിം തീവ്ര നിലപാടുകളുള്ള സംഘടനകൾ നടത്തുന്ന ചില പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണിത് എന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. അത് ഹിജാബ് വിഷയത്തിനാണെങ്കിലും കുറച്ച് നാളുകൾക്ക് മുൻപേ മൂവാറ്റുപുഴ കോളേജിലുണ്ടായ നിസ്കാരമുറയുടെ വിഷയത്തിലാണെങ്കിലും വിശുദ്ധ ജാവറ പിതാവ് സ്കൂളുകൾ സ്ഥാപിച്ചപ്പോഴും അദ്ദേഹം സഭയുടെ അധികാരിയായിരിക്കുന്ന കാലഘട്ടത്തിലും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉണ്ടാകണമെന്ന് നിഷ്കർഷിച്ചതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. വിവിധ മതങ്ങളിലും വിവിധ ജാതികളിലും പെട്ട ആളുകൾ ഒരേ സ്കൂളിലിരുന്ന് വിദ്യ അഭ്യസിക്കുമ്പോൾ ചിലർക്ക് തങ്ങൾ ചെറിയവരാണ് എന്ന് തോന്നാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരേ തരത്തിലുള്ള യൂണിഫോം ധരിക്കണമെന്നും അങ്ങനെ ആ യൂണിഫോമിലൂടെ കുട്ടികളുടെ ആത്മാഭിമാനവും സ്വാതന്ത്ര്യബോധവും വർദ്ധിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചതിനാലാണ് അദ്ദേഹം ഇങ്ങനെ യൂണിഫോം നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായാലും അവരുടെ മുൻപിൽ തലകുനിക്കാതെ നേരെ നിൽക്കാനുള്ള ആർജവത്വം നമ്മുടെ സിസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ട്, സ്കൂളുകളും സ്ഥാപനങ്ങളും നടത്തുന്ന അധികാരികൾക്ക് കിട്ടുന്നുണ്ട്. അതിന് കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നതെന്നും എന്താണ് ഓരോ കാര്യങ്ങളുടെ ഉദ്ദേശമെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ മുൻപിൽ മാത്രം തലകുനിക്കുന്നതിന് മാത്രമേ ഉള്ള പരിശീലനമേ അവർക്കുള്ളൂ. അതിന് മാത്രമുള്ള സ്വാതന്ത്ര്യമുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ മുൻപിൽ മാത്രമേ തലകുനിക്കേണ്ട ആവശ്യവുമുള്ളൂ. ഇന്ന് മിഷൻ ഞായറാഴ്ചയാണ്. നമ്മുടെ ഈ ധീരതയെ പറ്റിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ചെയ്യുന്നതെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദിവസമാണ് മിഷൻ ഞായറാഴ്ച. ഒക്ടോബർ മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ചയാണ് മിഷൻ ഞായറായിട്ട് ആചരിക്കുന്നത്. മിഷൻ ഞായറാഴ്ച നമ്മളെ സഭ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൗത്യത്തെ പറ്റിയിട്ടും നമ്മുടെ അസ്തിത്വത്തെ പറ്റിയിട്ടുമാണ്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അബ്രാഹത്തെ ദൈവം വിളിച്ചതുപോലെ തന്നെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 12ാമത്തെ അധ്യായം ആദ്യത്തെ വാചകങ്ങളിൽ ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട്, നീ താമസിക്കുന്ന ദേശം ഉപേക്ഷിച്ച് ഞാൻ പറയുന്നിടത്തേക്ക് നീ ഇറങ്ങി വരണം. വിശ്വാസത്തിൽ പ്രചോദിതനായി അബ്രാഹം തൻ്റെ ഗോത്രത്തെയും നാടിനെയും ജോലിയും എല്ലാം ഉപേക്ഷിച്ച് ദൈവം പറഞ്ഞ വഴിയിലൂടെ ഇറങ്ങിപ്പോരുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നത് മോശയാണ്. മോശയോട് ദൈവം പറയും, നീ പോയിട്ട് ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയണം, എൻ്റെ ജനത്തെ വിടുവിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. മോശ പറയും, ഞാൻ വിക്കനാണ്, എനിക്കിതിനൊന്നും ധൈര്യമില്ല. അപ്പോൾ ദൈവം പറയും, ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ടാകും, നീ വിക്കനാണെങ്കിലും വിളിക്കപ്പെട്ടവൻ നീ തന്നെയാണ്. മോശ ആ വിളിക്കനുസരിച്ച് പ്രതികരിക്കുകയും അങ്ങനെ ചരിത്രം കണ്ട് ഏറ്റവും നല്ല നേതാവായി മാറുകയും ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകന്മാർക്ക് ദൈവം ഒരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. നിനവയിൽ പ്രസംഗിക്കുന്നതിന് യോനാ പ്രവാചകന്, ഏലിയ പ്രവാചകന് അതിധീരമായിട്ടുള്ള ബാലിൻ്റെ ദേവന്മാരുടെ പ്രവാചകന്മാരെ, അവിടുത്തെ പൂജ ചെയ്യുന്നവരെ, പൂജാരികളൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം വിളിച്ചാണ്. ഏലിയ പ്രവാചകൻ്റെ തീഷ്ണത നമുക്കറിയാം. സാമുവേൽ പ്രവാചകൻ, അതേപോലെ യേശയ്യ തുടങ്ങിയ ഒരുപാട് ആളുകളെ, പ്രവാചകന്മാരെ ധൈര്യത്തോടു കൂടെ പ്രസംഗിക്കാനായിട്ട് ദൈവം വിളിക്കുകയും അവരതൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശയ്യയുടെ
പ്രതിരൂപമായിട്ട് അല്ലെങ്കിൽ ഈശോയുടെ പ്രവർത്തികൾക്ക് പശ്ചാത്തലമായിട്ടാണ് ഈ പ്രവാചകന്മാരുടെ പ്രവർത്തികളൊക്കെ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ വിളികൾ കാണുന്നത് അങ്ങനെയാണ്. ഈശോ സ്നേഹത്തിലൂടെ സുവിശേഷം പ്രസംഗിച്ച ആളാണ്. തൻ്റെ രക്തത്തിലൂടെ ജനത്തെ രക്ഷപ്പെടുത്തിയ ആളാണ്. ഈശോ എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന അടയാളങ്ങളുണ്ടാവും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നത്. മാനസാന്തരപ്പെടുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കണം. ലോകം മുഴുവനും അങ്ങനെ ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിച്ചു. തോമാസ് ലേഖ ഭാരതത്തിൽ വന്നു. പത്രോസ് ലേഖ പ്രസംഗിച്ച് ജെറൂസലേമിലായിരുന്നു. പൗലോസ് ലേഖ ഏതാണ്ട് 10,000 മൈലുകൾ 25,000-ഓളം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി ധാരാളം സഭകൾ സ്ഥാപിച്ച് വിജാതിരുടെയിൽ സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കാലഘട്ടം ഇന്നും തുടരുകയാണ്. ഇന്ന് നമ്മളിലൂടെയാണ് എന്ന് മാത്രം. സുവിശേഷം പ്രഘോഷണം എന്ന് പറയുന്നത് ഫ്രാൻസിസ് അസീസി പറയുന്നത് പോലെ വാക്കുകൊണ്ട് മാത്രമുള്ളതല്ല. സുവിശേഷം പ്രസംഗിക്കുക ആവശ്യമുള്ളിടത്ത് മാത്രം വാക്കുകൾ കൊണ്ട്, അല്ലാത്തിടത്ത് ജീവിതം കൊണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് ദൈവവിളികളുടെയൊക്കെ കലവറയായിരുന്ന, പവർഹസായിരുന്ന നമ്മുടെ ഇടവകളും സഭയുമൊക്കെ ദൈവവിളി കുറഞ്ഞു പോകുന്നുണ്ട്. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് അവിടെ നമ്മൾക്കുണ്ടാകേണ്ടത്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ഒരു ജീവിതം മുഴുവനും സുവിശേഷവൽക്കരണത്തിനായിട്ട് സമർപ്പിക്കാൻ മിഷണറിമാരെ ഇന്ന് കിട്ടണമെന്നില്ല. അതിലേക്ക് യുവതീവാക്കന്മാർ ആകർഷിക്കപ്പെടണമെന്നുമില്ല. പക്ഷേ എങ്കിലും നല്ല വിശ്വാസത്തിലും മിഷണറി ചൈതന്യത്തിലും വളർത്തപ്പെടുന്ന ആ ഒരു ബോധ്യമുള്ള യുവതീവാക്കന്മാരെ പരിശീലിപ്പിച്ചെടുക്കുന്നതിന് നമ്മുടെ കുടുംബങ്ങൾക്കും ഇടവകൾക്കും കഴിയുമ്പോൾ 1-2 വർഷത്തേന് മറ്റ് സ്ഥലങ്ങളിൽ സുവിശേഷം എത്താത്ത വിദൂര നാടുകളിൽ പോയി സുവിശേഷം പ്രസംഗിക്കാൻ അവർക്ക് സാധിക്കും. വാക്കുകൾ കൊണ്ടല്ല, ജീവിതം കൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിന് അവർക്ക് സാധിക്കും. ചിലർക്കാകട്ടെ നമുക്ക് ദൈവം തരുന്ന വലിയൊരു കൃപയാണത്. ഒരുപാട് നമ്മുടെ യുവതീവാക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ. ജോലിക്ക് പോകുന്ന ആളുകളെ, പഠനത്തിനായിട്ട് പോകുന്ന യുവതീവാക്കന്മാരെ വിശ്വാസ ചൈതന്യത്തിലും മിഷണറി ചൈതന്യത്തിലും വളർത്തി അവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ള പ്രാപ്തി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതാണ്. സ്നേഹമുള്ളവരെ, അബ്രാഹത്തെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. മോശയെ പോലെ ധൈര്യസമേതം ദൈവത്തിൻ്റെ വാക്ക് ഉദ്ഘോഷിക്കുന്നത്, അത് ആരൊക്കെ, ഏതൊക്കെ അധികാരികൾ എവിടെയൊക്കെ അടിച്ചമർത്തിയാലും സത്യമാണ് എന്ന് തോന്നുന്ന കാര്യം അത് പ്രഘോഷിക്കുക എന്നുള്ളത്, അത് മിഷൻ പ്രവർത്തനം തന്നെയാണ്. ധൈര്യപൂർവം സത്യം വിളിച്ച് പറയുക. പ്രവാചകന്മാരെ പോലെ ദൈവം പറയുന്ന കാര്യം അത് ശിരസിന് മുകളിൽ തലയില്ലാതായാൽ പോലും നാഥാൻ പ്രവാചകൻ്റെ ധൈര്യത്തോടുകൂടെ ഇന്നത്തെ ലോകത്ത്, അസത്യം ഭരണം നടത്തുന്ന ഈ ലോകത്ത് സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളത്, അത് ഇന്നിൻ്റെ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഏറ്റവും പ്രധാനമായിട്ട് യേശു സ്നേഹത്താൽ സുവിശേഷം പ്രഘോഷിച്ചതുപോലെ സ്നേഹാത്മകമായിട്ടുള്ള ജീവിതത്തിലൂടെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതായത് വിശ്വാസം കൊണ്ട്, ധൈര്യം കൊണ്ട്, സത്യത്തെ നിലനിർത്തിക്കൊണ്ട്, സത്യത്തിൽ നിലനിന്നുകൊണ്ട്, ഏറ്റവും ഉപരിയായിട്ട് സ്നേഹം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക. ഇതാണ് ഈ മിഷൻ ഞായറാഴ്ച ദൈവം നമുക്ക് തരുന്ന ദൗത്യം. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.